ഇത് HMD എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു ബേസ് മോഡൽ മൊബൈൽ ഫോണാണ്. നോക്കിയയ്ക്ക് വേണ്ടി HMD എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകളെല്ലാം ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നത്. ഇതേ മോഡൽ തന്നെ നോക്കിയയ്ക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ബാറ്ററി ഇടാനായിട്ട് മൊബൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരവിടെയുള്ള ഏതെങ്കിലും ഒരു ബാറ്ററി എടുത്തിട്ടിട്ട് ഇത് ഓണാക്കും. ഓണാക്കി കഴിയുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഓണാകും, എന്നിട്ട് ഓഫായി പോകും. ഇപ്പം നോക്കിക്കോണം, ഞാനൊരു ബാറ്ററി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഓണാകുന്നുണ്ട്, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഓഫായി പോകും. ഇപ്പോൾ ആ മൊബൈൽ ഫോൺ ഓഫായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അത് ഓണാക്കിയാലും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നല്ല ധാരണയില്ലാത്ത മൊബൈൽ ഷോപ്പുകാരാണെങ്കിൽ പറയും നിങ്ങളുടെ മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് മൊബൈൽ ഫോൺ നന്നാക്കണം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അവിടെ അല്ല, ഇതിൻ്റെ ബാറ്ററിയിലാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ മറ്റൊരു ബാറ്ററി ഇടുകയാണ്. ഈ ബാറ്ററിയുടെ മോഡൽ നമ്പർ നോക്കുക, BL5E എന്നാണ് മോഡൽ നമ്പർ വരുന്നത്. ആദ്യം നമ്മളിട്ട ബാറ്ററിയുടെ മോഡൽ നമ്പർ വരുന്നത് BL5C ആണ്. അപ്പോൾ താഴെയുള്ള ബാറ്ററിയാണ് നമ്മൾ ഈ മൊബൈൽ ഫോണിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം BL5E എന്ന് പറയുന്ന ബാറ്ററി ഇടാനായിട്ട് പോവാണ്. ഈ ബാറ്ററികളെല്ലാം തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ മോഡൽ നമ്പർ വ്യത്യാസമുണ്ട്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് ബാറ്ററി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ BL5E എന്ന് പറയുന്ന ബാറ്ററി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓണാക്കുകയാണ്. മൊബൈൽ ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. HMD എന്ന് കാണിക്കുന്നുണ്ട്. ഒരല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കാം, മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് അല്ല, ബാറ്ററിയാണ് പ്രശ്നം. ഇത് കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ഇതിനകത്ത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഓണായി നിൽക്കത്തില്ല. ഇതേ പ്രശ്നം തന്നെ നോക്കിയയുടെ മൊബൈൽ ഫോണിനും ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് മോഡലിലുള്ള ബാറ്ററി അല്ല ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.